ഞങ്ങൾ ബയോ ടോയ്ലറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന കുറേ വീഡിയോസ് നിങ്ങൾ മുന്നിൽ കണ്ടിട്ടുണ്ടാവും. അത് നമുക്ക് പ്രത്യേകത ഉള്ളൊരു വീഡിയോ ആണിത്. ഇതിൻ്റെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടഫായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ജോലി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊന്നാണ്. നമ്മൾ ഇത്രയും കാലത്തിനിടക്ക് കഴിഞ്ഞ 10 വർഷത്തിനിടക്ക് ചെയ്തതിൽ വെച്ച് ഏറ്റവും ടഫായിട്ടുള്ള ഒരു ടെറേണായിരുന്നു ഈ കാണുന്നത്. ഇത് നമ്മളെ നിലമ്പൂർ പോത്തുകല്ല് എന്ന് പറഞ്ഞ സ്ഥലത്ത് ട്രൈബൽ കോളനിയാണ്. അവിടെ ബയോ ടോയ്ലറ്റ് നമ്മൾ ഫിറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 1 മന്ത് നമ്മൾ അതിൻ്റെ മുകളിൽ തിരക്കിലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് അത് തീർത്തത്. മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇത് ട്രാൻസ്പോർട്ട് ചെയ്യാന്നുള്ളത്. നമ്മൾ ആദ്യം പോയപ്പോൾ അങ്ങോട്ട് പുഴയിലൂടെ വെള്ളം ഉള്ളതുകൊണ്ട് വണ്ടി പോയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ചങ്ങാടം വെച്ചിട്ട് അതിലൂടെ അതിൻ്റെ മുകളിലൂടെയാണ് ചങ്ങാടത്തിലൂടെയാണ് അങ്ങോട്ട് പോയിരുന്നത്. എന്നിട്ടൊരു ഓൾമോസ്റ്റ് 7 കിലോമീറ്റർ അങ്ങോട്ടും 7 കിലോമീറ്റർ ഇങ്ങോട്ടും നടന്ന് വന്നിട്ടാണ് നമ്മളെ ടീം സൈറ്റൊക്കെ വിസിറ്റ് ചെയ്തത്. പക്ഷേ എത്ര ടഫാണെങ്കിലും ഇത് ചെയ്ത് തീർക്കണം എന്നുള്ളത് നമ്മൾ എംപ്ലോയീസിന് നമ്മളെ സ്റ്റാഫിന് വളരെ നിർബന്ധമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ട്രൈബൽസിൻ്റെ കോളനിയാണ്. അവിടുത്തെ കണ്ടീഷൻ വളരെ പരിതാപകരമായിരുന്നു. ഒരു 200ന് മുകളിൽ ഫാമിലീസ് അവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആർക്കും ടോയ്ലറ്റ് ഇല്ല, പ്രോപ്പറായിട്ടുള്ള വീട് കാര്യങ്ങളൊന്നുമില്ല. അപ്പം അവർക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സപ്പോർട്ട്, പ്രോപ്പറായിട്ടുള്ള സാനിറ്റേഷൻ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഒരുപാട് സ്ത്രീകളും ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് സ്കൂളിൽ പോയി വരുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ പ്രോപ്പറായിട്ടുള്ള ടോയ്ലറ്റൊക്കെ ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കില്ലേ. രാത്രികളിലൊക്കെ പുറത്തേക്ക് മൃഗങ്ങളിലൊക്കെ ഇടയിൽ ഒരുപാട് ദൂരത്തേക്കൊക്കെ പോകാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. സോ അത് എങ്ങനെ ചെയ്ത് കൊടുക്കണം എന്ന് നമ്മളെ ടീമിന് വളരെ നിർബന്ധമായിരുന്നു. എത്രയും പെട്ടെന്ന് ഞാനത് ചെയ്ത് തീർക്കണം എന്നുള്ളത്. അപ്പം അവർ രാവിലെ ഏറ്റവും നേരത്തെ തന്നെ ഈ സൈറ്റിലെത്തും. ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഒരു 3 മണി കഴിഞ്ഞാൽ ഇവിടുന്ന് നിൽക്കരുതെന്ന് നമ്മളുടെ അടുത്ത് ഫോറസ്റ്റിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഈ ആന ഇറങ്ങുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഈ പോകുന്ന വഴിയിലൊക്കെ. അപ്പോൾ ആന വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ പോകുന്ന സൈഡിൽ നമുക്ക് പുഴയുണ്ട്. അപ്പോൾ പുഴയുടെ സൈഡിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആനകളെ കാണാറുണ്ടായിരുന്നു. പക്ഷേ ഈ നമ്മളെ എംപ്ലോയീസിൻ്റെ ഹെൽത്ത് അല്ലെങ്കിൽ സേഫ്റ്റി ഒരു റിസ്ക് എടുക്കാൻ പറ്റാത്തതായതുകൊണ്ട് നമ്മൾ പലപ്പോഴും 3 മണി കഴിയുമ്പോൾ തന്നെ നമ്മൾ തിരിച്ചു പോരുമായിരുന്നു. എന്നെടുത്താലും ഓൾമോസ്റ്റ് 2 വീക്സിനടുത്ത് ഈ 3 കോളനികളിൽ നമുക്ക് ഈ ബയോ ടോയ്ലറ്റുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു 3 ടോയ്ലറ്റാണ് ഒരു കോളനിയിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൽ ബയോഡൈജസ്റ്റർ ഫിറ്റ് ചെയ്തിട്ടുണ്ട് വിത്ത് സോക്ക് പിറ്റ്. പിന്നെ അതിൽ ബാക്ടീരിയനെ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ വെള്ളത്തിൻ്റെ കണക്ഷന് വേണ്ടിയിട്ട് വാട്ടർ ടാങ്ക് 1000 ലിറ്റേഴ്സിൻ്റെ വാട്ടർ ടാങ്ക് വിത്ത് സ്റ്റാൻഡ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. വേറൊരു ചലഞ്ച് അവിടെ ഉണ്ടായിരുന്നു, വെള്ളത്തിനുള്ളതാണ്. വെള്ളം ഈ അവിടുത്തെ ഗ്രാവിറ്റിയിലാണ് അവിടുന്ന് വരുന്നത്, മലയിൽ നിന്ന് വരുന്നത്. അപ്പോൾ ആ ലൈനിൽ പല സ്ഥലത്തും വെള്ളം ഉണ്ടായിരുന്നില്ല. 1-2 സ്ഥലങ്ങളുണ്ടായിരുന്നു. പക്ഷേ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ വെള്ളം പ്രോപ്പറായിട്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുഴയിൽ നിന്നൊക്കെ മുക്കിയിട്ടാണ് ഈ ഡൈജസ്റ്ററിലൊക്കെ കോൺക്രീറ്റ് ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്തിരുന്നത്. എന്നിരുന്നാലും വളരെ സക്സസ് ആയിട്ട് നല്ല രീതിയിൽ ഈ ടോയ്ലറ്റ് കംപ്ലീറ്റ് ചെയ്തു നമ്മൾ. ഇപ്പോൾ അവർ യൂസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. എങ്ങനെ യൂസ് ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഹാർപ്പിക് പോലുള്ള സാധനങ്ങളൊന്നും യൂസ് ചെയ്തിരുന്നത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇത് ക്ലീനിങ്ങിനൊക്കെ ചെയ്യുമ്പോൾ ഒരു ട്രൈബൽ കോളനി ആയതുകൊണ്ട് അവരങ്ങനെ നമ്മൾ പറഞ്ഞത് തന്നെ കറക്റ്റായിട്ട് ചെയ്യുമെന്ന് ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. പ്രോപ്പറായിട്ട് ക്ലീനായിട്ട് കൊണ്ടു നടന്നാൽ വളരെ നല്ല രീതിയിൽ ഇത് അവരെ സാനിറ്റേഷൻ പ്രോബ്ലംസൊക്കെ അവർക്ക് ഈ ഒരു പ്രോജക്റ്റിനെ കൊണ്ട് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. ഇത് ജസ്റ്റ് ഒരു ഇനീഷ്യൽ പ്രോജക്റ്റാണ്. ഇനിയും ഇതേപോലെയുള്ള പല വീടുകളിലേക്കും അവർക്ക് സാനിറ്റേഷൻ പ്രോബ്ലംസ് ഉണ്ട്. ഈ കണ്ടത് അവിടുത്തെ നമ്മൾ ഈ ഇലക്ട്രിക് ഫെൻസിങ് ആണ്. പോകുന്ന വഴിയിലൊക്കെ ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ട്. അതെടുത്ത് നമ്മൾ റിമൂവ് ചെയ്തിട്ട് വണ്ടി ഉള്ളോട്ട് എടുത്തതിന് ശേഷം വീണ്ടും നമ്മളത് ഇട്ടതിന് ശേഷം മാത്രമേ നമുക്ക് സൈറ്റിലേക്കൊക്കെ നമുക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. കറക്റ്റായിട്ട് അത് ഹോൾഡ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് കയ്യിലേക്ക് കറണ്ട് അടിക്കുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അവിടുത്തെ ട്രൈബൽസിന് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എവിടെയായിരിക്കും നിങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള സ്ഥലം എന്നുള്ളതൊക്കെ നമ്മൾ അവരുടെ അടുത്തുനിന്ന് ചോദിച്ച് മനസ്സിലാക്കിയതാണ്. പിന്നെ നമ്മൾ ചെയ്തത് 1-2 സൈറ്റുകളിൽ നമുക്ക് ഈ JCB എത്താത്ത പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ട്രൈബൽസിന് എന്തെങ്കിലും ഒരു ജോലി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് അവരെ കൊണ്ടാണ് നമ്മൾ ഈ
പിറ്റ് കാര്യങ്ങൾ കുഴിയെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പൈസ നമ്മൾ അവർക്ക് കൊടുത്തു. അപ്പം ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് അവരും മാറി. അതുകൊണ്ട് തന്നെ ഇത് നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് കൊണ്ടു നടക്കാൻ അവർക്കൊരു താല്പര്യം ഉണ്ടാവും. പക്ഷെ ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ ടൈമിലും ഇവരെല്ലാവരും ഇതിന് കൂടെ തന്നെ ഉണ്ടായിരുന്നു. ട്രൈബൽസ് എല്ലാം അവർക്ക് നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും അവർ ചെയ്തു തരുന്നുണ്ടായിരുന്നു. ഇത് പിടിച്ചിറക്കുന്നതിനും ഇൻസ്റ്റാൾ ചെയ്യുന്നതിനും പിന്നെ അതിൽ മണ്ണ് നിറയ്ക്കുന്നതിനും എല്ലാത്തിനും നമ്മളെ കൂടെ, ഞങ്ങളുടെ ടീമിൻ്റെ കൂടെ തന്നെ ഈ ട്രൈബൽസ് എല്ലാവരും ഉള്ളതുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രോജക്റ്റായിരുന്നു അത്. ചലഞ്ചിങ് ആയിരുന്നു, പക്ഷേ ഞങ്ങൾക്കൊരു നല്ല ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നൊരു പ്രോജക്റ്റായിരുന്നു ഇത്. എന്ന് വെച്ചാൽ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഇന്നവരെ ഇല്ലാതിരുന്ന ഒരു കമ്മ്യൂണിറ്റിക്ക് നമ്മൾ ത്രൂ ഒരു സാനിറ്റേഷൻ, നല്ലൊരു സാനിറ്റേഷൻ, ക്ലീൻ ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് അവർക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റായിരുന്നു നമുക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ ടീമിൻ്റെ എല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. അവർക്ക് ഇനിയും ഇതേപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പോകാൻ റെഡിയാണെന്ന് എല്ലാ ആൾക്കാരും, നമ്മളെ കൂടെയുള്ള ടീം മെമ്പേഴ്സൊക്കെ, അതായത് നമ്മളൊരു സീനിയർ ടെക്നീഷ്യനാണ് ആണ് ഇതിൻ്റെ മുന്നിലുണ്ടായിരുന്നത്. സോ ലാസ്റ്റിൽ നമ്മൾ സൈറ്റിൽ JCB യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. എന്ന് വെച്ചാൽ അവിടെ ആൾക്കാരുടെ ഈ ട്രൈബൽസിൻ്റെ കമ്മ്യൂണിറ്റി അവരുടെ ആൾക്കാർ അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് JCB യൂസ് ചെയ്തിട്ടാണ് അവിടെ നമ്മൾ ഡൈജസ്റ്റർ കാര്യങ്ങൾ ഫിറ്റ് ചെയ്തത്. നമ്മളടുത്ത് പെട്ടെന്ന് തന്നെ നമുക്കിത് വർക്ക് ഫിനിഷ് ചെയ്തുകൊണ്ട് JCB യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിഗ് ചെയ്തു. എന്നിട്ട് നമ്മളതിൽ സോക്കറ്റ് ഫിറ്റ് ചെയ്തു. എന്നിട്ട് ഡൈജസ്റ്ററും